ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മാംഗോ ചിയ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട് മിൽക്ക്, അൺസ്വീറ്റൻഡ് ആൽമണ്ട് മിൽക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ആൽമണ്ട് മിൽക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സോയ മിൽക്കോ ലൈറ്റ് മിൽക്കോ ഇനി ഈവൻ നോർമൽ മിൽക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വെയിറ്റ് ലോസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആൽമണ്ട് മിൽക്ക് എടുക്കുന്നത്. ഈ ആൽമണ്ട് മിൽക്കിലേക്ക് നമുക്ക് ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെക്കണം. ചിയ സീഡ്സ് എപ്പോഴും നമ്മൾ സോക്ക് ചെയ്ത് വേണം കഴിക്കാൻ. നമുക്കിത് ഡ്രൈ ആയിട്ട് കഴിക്കുന്നത് അൺഹെൽത്തിയാണ്. അപ്പോൾ ഒരു 2 സ്പൂണോളം ചിയ സീഡ്സ് നമ്മുടെ ഈ ആൽമണ്ട് മിൽക്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മുതൽ ഒരു 30 മിനിറ്റ്സ് വരെ നമുക്കിത് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ സോഗിയായിട്ട് വരും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഈ പുഡിങ്ങിന്. ചിയ സീഡ്സ് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇങ്ങനെ സൈഡിലൊന്നും പറ്റിപ്പിടിച്ചൊന്നും ഇരിക്കാണ്ടിരിക്കാൻ. കാര്യം ഇത് ഭയങ്കര ഒരു സ്റ്റിക്കി ടൈപ്പാണ്. ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ചിയ സീഡ്സ് ഭയങ്കര ഹൈ കണ്ടൻറ്റ് ഫൈബർ ഉള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് തോന്നും. ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ചിയ സീഡ്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നല്ല സോഗിയായ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ പുഡിങ്ങിന്. അതിനുശേഷം നമുക്ക് ഇതിന് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ് മുഴുവനായിട്ട് ആഡ് ചെയ്യേണ്ട. ആദ്യത്തെ ഒരു ലെയർ എന്നുള്ള പോലെ കുറച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് മാംഗോ ആണ്. ഞാനിവിടെ മാംഗോ കട്ട് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മാംഗോ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കിപ്പം കഷ്ണങ്ങളായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു പ്യൂറേ പോലെ എടുക്കാം. അതായത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു പ്യൂറേ ഫോമിൽ യൂസ് ചെയ്യാം. എനിക്കിതിങ്ങനെ കടിക്കുന്നത് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിതിനെ മാംഗോ ചങ്ക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷനല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി ഈ മാംഗോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ലെയർ പോലെ ആഡ് ചെയ്യാം. ഈ മാംഗോവും ആൽമണ്ട് മിൽക്കും എല്ലാം കൂടെ വരുമ്പം ഇതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അതിന് ആ മാംഗോ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ് തന്നെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്തിട്ട് കഴിക്കാം, തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. എങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൽമണ്ട് മിൽക്കിന് പകരം കോക്കനട്ട് മിൽക്കും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കോക്കനട്ട് മിൽക്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മാംഗോ ടോപ്പിംഗ് പോലെ ആഡ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.